നമസ്കാരം സർ. നമസ്കാരം. സർ, ജീവിതത്തിൽ സക്സസ് ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ആത്മവിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യമൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് റീസെൻ്റ്ലി കുറച്ച് കമൻറ്റുകൾ വരുന്നത് കൊണ്ട് നമ്മളിപ്പോൾ കമൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് കോണ്ടൻറ്റ് കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ കമൻസിൽ കണ്ടൊരു കാര്യമാണ് ആത്മവിശ്വാസത്തെക്കുറിച്ച് കാരണം ഇത് എത്ര ചർച്ച ചെയ്താലും എത്ര പറഞ്ഞാലും തീരാത്തൊരിതാണ്. എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് പിന്നെയും പിന്നെയും കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ ചോദിക്കുകയാണ് സർ, ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഇത് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സാറിന് പറഞ്ഞുതരാൻ പറ്റുകയാണെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനു മുമ്പ് ഒരു ചോദ്യം, ഞാനിത് ചോദ്യം കൃഷ്ണയോടാണ് ചോദിക്കുന്നത്. ആത്മവിശ്വാസം എന്ന് പറയുന്ന സാധനം ജന്മന ഉള്ളതാണോ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്? ഇല്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. സാർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഇൻബോൺ ആയിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും. കാരണം ഞാനിത് ചോദിക്കാൻ കാരണം ഈ ചോദ്യത്തിനൊരു ശരിയായ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇനി നടത്താൻ പോകുന്ന ചർച്ച വേസ്റ്റ് ആവും. കാരണം ചില ആളുകൾ വിചാരിക്കും ഇത് ജന്മനാ ഉള്ളതാണ്. ചില ആളുകൾ ജനിക്കുമ്പോഴേ കോൺഫിഡൻ്റ് ആയിട്ടാണ് ജനിക്കുന്നത്, അതുകൊണ്ട് നമുക്കിത് വിധിച്ചതല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഗുണകരമാവില്ല എന്നതാണ്. ഒരു വേറെ എന്തെങ്കിലും വീഡിയോ കാണാനാണ് നല്ലത്. പകരം കോൺഫിഡൻസ് എന്ന് പറയുന്നത് ലോകത്ത് പല കഴിവുകളും പോലെ, ഞാൻ എപ്പോഴും പറയും സ്കില്ലുകൾ ആർജിക്കാവുന്നതാണ്, ടാലന്റുകൾ ആർജിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഉദാഹരണം യേശുദാസിനെ പോലെ പാടുക എന്ന് പറയുന്നത് ടാലൻ്റാണ്, അത് നമുക്ക് ആർജിക്കാൻ കഴിയുന്നതല്ല, അതിലൊരു ഇൻബോൺ എബിലിറ്റി ഉണ്ട് എന്നതാണ്. എന്നാൽ സ്കിൽ എന്ന് പറയുന്നത് അത് ഒരാൾക്ക് ബൈ പ്രാക്ടീസിലൂടെ ആർജിക്കാൻ കഴിയും. ഇതുപോലത്തെ ഒരു സാധനമാണ് കോൺഫിഡൻസ് എന്ന് ഞാൻ കരുതുന്നു. ബോധപൂർവമായ ശ്രമങ്ങളിലൂടെ ഒരാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ കഴിയും എന്നതാണ്. ഉദാഹരണം, പ്രസംഗിക്കാൻ ശേഷിയില്ലാത്ത ഒരാൾ പരിശീലനത്തിലൂടെ പ്രാക്ടീസിലൂടെ പ്രസംഗിക്കാൻ എങ്ങനെ പഠിക്കുന്നുവോ അതുപോലെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാൾ നിരന്തരമായ പരിശീലനത്തിലൂടെ പ്രാക്ടീസിലൂടെ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ കഴിയും. ഇതാണ് എൻ്റെ വിശ്വാസം. അതായത് പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ കോൺഫിഡൻസ് നമുക്ക് പ്രാക്ടീസിലൂടെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ സെൽഫ് കോൺഫിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ചില കാര്യങ്ങളിൽ ചില ആൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും, ചില കാര്യങ്ങളിൽ അയാൾ കോൺഫിഡൻ്റ് ആയിരിക്കില്ല. അങ്ങനെയല്ല ഇതിൻ്റെ അർത്ഥം. എല്ലാ കാര്യങ്ങളിലും വളരെ കോൺഫിഡൻ്റ് ആയ ആളുകളെ നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇല്ല. ഏതെങ്കിലും ചില കാര്യങ്ങളിൽ, ചിലപ്പോൾ ലോകത്തെ ഏറ്റവും കാര്യങ്ങളിൽ ഒരു പേടിയും ഇല്ലാത്ത വളരെ കോൺഫിഡൻ്റ് ആയ ഒരാൾ ഒരു പാർട്ടിയെ കാണുമ്പോൾ പേടിക്കുന്നുണ്ടാവും. അപ്പോൾ ഏതു കാര്യത്തിലാണോ നമുക്ക് കോൺഫിഡൻസ് കുറവുള്ളതായി തോന്നുന്നത് ആ കാര്യത്തിൽ ഒരു എക്സ്പെർട്ടീസും പ്രാക്ടീസും പരിശീലനവും ഉണ്ടാക്കിയാൽ നമുക്ക് ആ കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ കഴിയും. പിന്നെ പൊതുവായി നമ്മളെക്കുറിച്ചുള്ളൊരു കോൺഫിഡൻസ്, അതായത് എന്നെക്കുറിച്ച് സെൽഫ് എസ്റ്റീം, എന്നെക്കുറിച്ചുള്ളൊരു മതിപ്പ്, ഞാൻ കൊള്ളാം, എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന ഒരു ചിന്താഗതി ഉണ്ടല്ലോ, അത് പൊതുവായി ഒരാൾ വികസിപ്പിച്ചെടുക്കേണ്ടതാണ്. അത് ഇപ്പം നമുക്ക് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ, നമ്മൾ ഇടപെടിയ ആളുകൾ ഒക്കെ. ഇപ്പം ചെറിയ കൊച്ചായിരിക്കുമ്പോൾ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നീ മുന്നോട്ട് പോകാമോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചൈൽഡ്ഹുഡിൽ ഫ്രണ്ട്സ് നമ്മളെ കളിയാക്കിണ്ടാവും. അപ്പോൾ ഇത്തരം വേസ്റ്റുകളെല്ലാം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഞാൻ എപ്പോഴും പറയും, നിങ്ങളൊരു കോളാമ്പിയൊന്നും അല്ലല്ലോ ആളുകൾ തുപ്പിയിടുന്നതെല്ലാം സ്വീകരിക്കാൻ. അത് തുപ്പിയിട്ടതാണെന്ന് മനസ്സിലായാൽ കഴുകിയേക്ക്, അത് കളഞ്ഞ് കഴുകിയേക്ക് എന്ന് പറയില്ലേ. അപ്പോൾ ഈ പഴയ കാലത്തെ വേസ്റ്റുകളെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡയമണ്ടുകൾ സൂക്ഷിക്കുന്ന ഒരു സാധനമായി നമ്മുടെ അകത്ത് മാറ്റാൻ കഴിയും എന്നാണ് ഞാനിത്. എന്താ ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാണിച്ചാൽ, ഞാൻ വളരെ ഒരു അപാരമായ കോൺഫിഡൻ്റ് ഉള്ള ഒരു കുട്ടിയൊന്നും ആയിരുന്നില്ല എൻ്റെ ബാല്യകാലത്തിൽ. വലിയ പേടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. ഇപ്പോഴും ഞാൻ ലോകത്തെ ഏറ്റവും മികച്ച കോൺഫിഡൻ്റ് ഒരാളെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും എൻ്റെ അന്നത്തെ ജീവിതവുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്നാണ്. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സാറിന് ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ, ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത്? കോൺഫിഡൻ്റ് ആയി ഇല്ലാതിരുന്ന ഒരു സമയത്ത്
ആ ഒരു സിറ്റുവേഷനും ഇന്ന് സാറിന്റെ കയ്യിലുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളപ്പോൾ സാർ ഒരു സിറ്റുവേഷനെ ഡീൽ ചെയ്യുന്ന 2 സിറ്റുവേഷൻസ് ഒന്ന് പറയാൻ പറ്റുമോ സാർ? ഞാൻ ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്, എൻ്റെ സ്കൂളിംഗ് ഒക്കെ. ഉം. അപ്പോൾ പരിമിതമായ സാഹചര്യത്തിലാണ് എൻ്റെ പഠനം. ഉം. വീടൊരു പുറംപോക്കിലായിരുന്നു, ബാത്റൂം പോലും വീട്ടിലുണ്ടായിരുന്നില്ല, നടന്നാണ് സ്കൂളിൽ പോവുക. ഈ പരിമിതികൾ എന്നെ പരിമിതമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരാളാണ്, ഒരു ഇടിച്ചു കയറുന്ന ഒരു വ്യക്തിത്വം ഒന്നും ആയിരുന്നില്ല. ഉം. ഞാൻ ഒരിക്കൽ പ്രസംഗിക്കാൻ പോയി. ആ പ്രസംഗം വമ്പിച്ച പരാജയമായിരുന്നു. വമ്പിച്ച പരാജയമായിരുന്നു പറഞ്ഞാൽ ആളുകൾ ഭയങ്കരമായി കൂവി. ഉം. എൻ്റെ പ്രസംഗം വളരെ, ഞാൻ അന്ന് അതിഭീകരമായി പേടിച്ചു പോയി. ഇത് എന്നെ ഭയങ്കരമായി, എനിക്ക് ക്രൗഡ് കാണുമ്പോൾ അതിഭീകരമായ ഒരു പേടി അനുഭവപ്പെടും. എന്നെ ആരെങ്കിലും എവിടെയെങ്കിലും വലിയ ക്രൗഡിലേക്ക് വിളിച്ചാൽ എൻ്റെ കൈകാലൊക്കെ വിറയ്ക്കും. ഉം. എന്നാൽ ഇന്ന് കൃഷ്ണയ്ക്കും അറിയാം, ഇല്ലെങ്കിൽ എന്നെ അറിയാവുന്നവർക്കറിയാം, ഇന്ന് 1000 പേരോ 5000 പേരോ 10,000 പേരോ ഇരിക്കുന്ന ക്രൗഡിനെ മണിക്കൂറുകൾ കൈകാര്യം ചെയ്യുന്നതിൽ എനിക്ക് ഒരു തരി പോലും പേടിയില്ല. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. അത് എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം, മറ്റേ സാധനത്തിനെ മറികടന്നേ കഴിയൂ എന്നൊരു ചിന്താഗതിയിൽ നിന്ന് നിരന്തരമായ പരിശീലനവും നിരന്തരമായ പണിയെടുക്കലും കൊണ്ട് ഇന്നും ആവറേജ് ഒരു ദിവസം 13 മണിക്കൂർ പണിയെടുക്കും. പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ആളുകൾ ചോദിക്കും ഇത്രയും കഷ്ടപ്പെട്ടാണോ? കഷ്ടപ്പെട്ട് പണിയെടുക്കാറല്ല, ഞാൻ ഇഷ്ടപ്പെട്ടാണ് പണിയെടുക്കാറുള്ളത്. ഭയങ്കര ആ ജോലി 13 മണിക്കൂർ ചെയ്യുമെങ്കിലും നമ്മൾ ആസ്വദിച്ചാൽ ചെയ്യാം. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് എൻ്റെ കാര്യത്തിൽ കോൺഫിഡൻസ് തന്നത് എന്നാണ്. അതായത് ഉള്ളിലുണ്ടായിരുന്ന ലിമിറ്റിംഗ് ബിലീഫിനെ പുറത്ത് തട്ടി എറിഞ്ഞപ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് വന്നു എന്നതാണ് ഒരു കാര്യം. ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ ഉള്ളിൽ നിരന്തരമായി ഒരാൾ സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അയാളുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം. അയാൾ ചിലപ്പോൾ പറയുന്നത് നിന്നെ കൊള്ളില്ല, നീ ശരിയാവില്ല, നിനക്കിത് പറ്റില്ല എന്ന കാര്യമായിരിക്കും അയാൾ നിങ്ങളുടെ അകത്തുനിന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു വർത്തമാനമാണ് അയാൾ പറയുന്നതെങ്കിൽ അയാളെ പുതിയ വാക്കുകൾ പഠിപ്പിക്കണം, പുതിയ വൊക്കോബുലറി അയാളെ പഠിപ്പിക്കണം, പുതിയ ഭാഷ അയാളെ പഠിപ്പിക്കണം. കാരണം അയാൾക്ക് വളർച്ചയുടെ ഭാഷ അറിഞ്ഞുകൂടാ. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടുള്ളൂ, അയാൾക്ക് മലയാളം അറിഞ്ഞുകൂടെങ്കിൽ മലയാളം പഠിപ്പിക്കണ പോലെ ഇയാൾക്ക് വളർച്ചയുടെ ഭാഷ അറിഞ്ഞുകൂടാ. ഇനി പകരം നിനക്ക് പറ്റും, നീ ഉയർന്നു പോകാൻ പറ്റും എന്നാണ് ഉള്ളിലുള്ള ആൾ പറയുന്നതെങ്കിൽ അയാൾക്ക് ഇനിയും ഭക്ഷണം കൊടുത്ത്, അയാൾക്ക് നന്ന ശുശ്രൂഷകൾ കൊടുത്ത് അയാളെ ഒന്നും കൂടി നിങ്ങൾ മെച്ചപ്പെടുത്തുക എന്നാണ്. ഈ കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളുടെ ഉള്ളിലിരിക്കുന്ന ആൾ പറയുന്നത് മറച്ചായിരിക്കും. അപ്പോൾ അയാളെ ശ്രദ്ധിച്ച് കേൾക്കും. അയാൾ എന്താ പറയണേ? അയാൾ തിരികെ തിരികെ ഓരോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. അയാൾക്കൊരു പൊതു സ്വഭാവമുണ്ടാകും, അത് ശ്രദ്ധിച്ച് കേൾക്കും. എന്നിട്ട് അയാളെ ബോധപൂർവം പുതിയ ഭാഷ പഠിപ്പിക്കൂ. പുതിയ ഭാഷ പഠിപ്പിക്കുമ്പോൾ അയാൾ പുതിയ രീതിക്ക് ലോകത്തിനെ കാണാൻ തുടങ്ങും. അത് വളർച്ചയുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞു കുട്ടികളോട് പോലും ചെറുപ്പത്തിൽ മുതൽ അഫർമേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതല്ലേ. ഞാൻ പലപ്പോഴും പല ഇൻസ്റ്റഗ്രാം വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, രാവിലെ അമ്മ എണീറ്റ് വന്നിട്ട് കുഞ്ഞിൻ്റെ മുടി ചികി കൊടുക്കുമ്പോൾ യു ആർ ബ്യൂട്ടിഫുൾ, യു ആർ കൈൻഡ്, യു ആർ സ്മാർട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഈ ഒരു സെൽഫ് ബിലീവും ആ ഒരു ലിമിറ്റിംഗ് ബിലീഫൊക്കെ പുറത്തേക്ക് മാറ്റി ഒരു കോൺഫിഡൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കില്ല അങ്ങനെ ചെയ്യുന്നത് സാർ. ഈ അഫർമേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാവുന്നതാണ്. അതായത് അത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. തിരികെ 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 പറയുന്ന വാക്കുകൾ വിശ്വാസങ്ങളാവാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ നോക്കിക്കോ, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മന്ത്രങ്ങളും ആവർത്തനമാണ്. നാരായണ 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 ആവർത്തനമാണ്. എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? എന്തൊന്നാണോ തിരികെ തിരികെ ആവർത്തിക്കുന്നത് വിശ്വാസങ്ങളായി മാറുന്നത്. അപ്പം നിങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെയുള്ളവർ, നിങ്ങളെ ചുറ്റിയുള്ളവർ നിങ്ങളെ കാണാൻ സൗന്ദര്യമില്ല സൗന്ദര്യമില്ല സൗന്ദര്യമില്ലെന്ന് തിരികെ തിരികെ പറയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതൊരു വിശ്വാസമാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരിക്കൽ വിശ്വാസമായാൽ പിന്നെ നിങ്ങൾ ആ കണ്ണടയിലൂടെ മാത്രമേ നിങ്ങളെ കാണൂ. അപ്പം പകരം അങ്ങനെയല്ല, സൗന്ദര്യം തീരുമാനിക്കുന്നത് ഈ ഘടകങ്ങളല്ല എന്ന് പറയുന്ന പേരൻറ്റോ പരിസരത്തുള്ളവരോ ടീച്ചർമാരോ ഒക്കെ ഉണ്ടെങ്കിൽ വേറൊരു ലെവലാവും. പിന്നെ ഇവരൊന്നും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് ഇന്ന് ഞാൻ എന്നെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം മാറ്റേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ ജീവിതം
നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് മാറ്റിയെടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഈ സാറ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഭൂതകാലത്തിന്റെ കാര്യങ്ങൾ പേര് നടക്കുന്നത് ശരിക്കും നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്നു. പാസ്റ്റിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. പാസ്റ്റിലല്ലല്ലോ നമ്മൾ ജീവിക്കട്ടെ, പ്രസന്റിലാണ് ജീവിച്ചു പോകേണ്ടത്. പാസ്റ്റ് ശരിക്കും നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കില്ലേ? പാസ്റ്റിൽ എല്ലാ കാര്യങ്ങളും കോൺഫിഡൻസ് ഇല്ലാതാക്കില്ല. ഉം. ഇപ്പോൾ ഉദാഹരണം, പാസ്റ്റിൽ ഞാൻ ഉണ്ടാക്കിയ സക്സസ്സുകൾ ഉം. എനിക്ക് കോൺഫിഡൻസ് തരികയുള്ളൂ. ഉം. പാസ്റ്റിലുണ്ടായ പരാജയങ്ങളും ഉം. ദുരിതങ്ങളും ഉം. നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടമാവാൻ സാധ്യതയുണ്ട്. ഉം. ഉറപ്പ് ഞാൻ പറയില്ല, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. എല്ലാ മനുഷ്യന്മാരും ഈ പരാജയത്തിനെ കൈകാര്യം ചെയ്യുന്ന രീതി ഒരേപോലെയല്ല. ഉം. ചിലർക്ക് പഴയ പരാജയങ്ങൾ നിലവിലുള്ള കോൺഫിഡൻസ് കളയും. ഉം. ചിലർക്ക് പഴയ പരാജയങ്ങളാണ് ഇപ്പോഴത്തെ കോൺഫിഡൻസ്. കാരണം അവരതിനെങ്ങനെയാണ് കാണുക? ഉം. ഞാൻ എറണാകുളത്ത് കൂടെ ഉം. സൈക്കിൾ ഓടിച്ച് നടന്നൊരു കാലമുണ്ട്. ഉം. കൊറിയർ കൊടുക്കാൻ സൈക്കിളിൽ പോയൊരു കാലമുണ്ട്. ഇന്ന് ഞാൻ ബെൻസിൽ പോകുമ്പോൾ എനിക്ക് സൈക്കിളിൽ പോയ ഓർമ്മകൾ എനിക്ക് അതിഭീകരമായ കോൺഫിഡൻസ് ആണ് തരുന്നത്. പകരം അല്ലാതെ എനിക്കത് ഒരു വിഷമമല്ല തരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. സാർ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, എറണാകുളത്ത് കൂടി സൈക്കിളിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് സാർ പറയില്ലേ, ഒന്നുമില്ലായ്മയിൽ നിന്നും എത്തി വന്ന ഒരാളാണ് സാർ. സമഗ്ര പോലത്തെ ഒരു ഓർഗനൈസേഷൻ കെട്ടിപ്പടുക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസിലേക്ക് സാറിന് എത്തിച്ച ഒരു മോട്ടീവ് എന്തായിരിക്കും? അത് വളരെ, കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സാറ്, ഞാനിങ്ങനെ ആയി എന്ന് പലയിടത്തും പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെ അതായി, ആ ഒരു മോട്ടീവ് എന്തായിരുന്നു? അല്ല, അതൊരു ചരിത്രമാണ്. അപ്പോൾ അത് നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. എന്തിനാണ് സമഗ്ര തുടങ്ങിയെന്ന ചോദ്യത്തിന് ഉത്തരം, ഞാൻ 31 കൊല്ലമായി ട്രെയിനിങ് ഫീൽഡ്. ഇതുവരെ ഒരു 25 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണല്ലോ. നമ്മുടെ കൂട്ടേ ഉള്ള ഒരു ടീമുണ്ടെങ്കിൽ നമ്മളെക്കാൾ മെച്ചപ്പെട്ട ചിന്തകൾ അവരിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് ഒരു ടീം ഉണ്ടാകണം എന്ന പേരിലാണ് സമഗ്ര ഉണ്ടാക്കിയത്. ഉദാഹരണം, ഞാൻ ഒറ്റയ്ക്ക് ചിന്തിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ കൂടെ ചർച്ച ചെയ്യുമ്പോൾ കിട്ടുന്ന അറിവ് കുറച്ചും കൂടി മെച്ചപ്പെട്ടതാണ് എന്ന തിരിച്ചറിവാണ്. അതങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് രൂപപ്പെടുത്തിയാണ്. ലോകത്തെ എല്ലാ ബിസിനസ്സുകളും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരാൾക്കൊരു പരിമിതിയുണ്ട്. ആ പരിമിതിയെ മറികടക്കാൻ ഒരു കൂട്ടം ആളുകളെ കൂടെ നിർത്തുന്നതിൻ്റെ പേരാണ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ സമഗ്ര ഇനിയും വളരേണ്ടിയിരിക്കുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ആ വളർച്ചയുടെ പാതയിലാണ് നമ്മൾ എന്നാണ്. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ കോൺഫിഡൻസ് അനിവാര്യമാണ്. ഒരു ലാസ്റ്റ് ലൈൻ പോലെ, ഇപ്പോൾ ലൈഫിൽ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊരു ഗോൾഡൻ ലൈൻ പോലെ സാറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും? ഞാൻ അന്നും ഇന്നും ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്. അതിൽ നിന്നാണ് ഞാൻ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്. ലോകത്ത് പ്രവചനങ്ങൾക്ക് അതീതമാണ് മനുഷ്യൻ. ഇത് നിങ്ങൾക്കും എനിക്കും ബാധകമാണ്. ഒരു പ്രവചനങ്ങൾക്ക് അതീതമായ ഞാൻ, അത്രയും സാധ്യതയുള്ള ഞാൻ എങ്ങനെ ചെറുതാകും? ഞാൻ ആ സാധ്യത കണ്ടെത്തിയില്ലായിരിക്കാം, ഞാൻ ആ സാധ്യത കണ്ടെത്താനുള്ള യാത്രയിലായിരിക്കാം. പക്ഷേ ഞാനൊരു സാധ്യതയുള്ളവനാണ് എന്ന വിശ്വാസം തരുന്നൊരു കോൺഫിഡൻസ് അപാരമാണ്. ഇത് എനിക്കും നിങ്ങൾക്കും ബാധ്യതയാണ്. ഈ ലോകത്ത് ഒരു മനുഷ്യജന്മം ഉണ്ടെങ്കിൽ ആ മനുഷ്യജന്മം അനന്തമായ ഒരു സാധ്യതയോടുകൂടിയാണ് ജനിക്കുന്നതെന്നും ജീവിച്ച് മരിക്കുന്നവരെ ഈ സാധ്യതയുടെ അന്വേഷണമാണ് ജീവിതം എന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് എനിക്ക് കോൺഫിഡൻസ് തരുന്നത്. പലപ്പോഴും ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ പോകുന്നതാണ് ഏറ്റവും വലിയ ദുരന്തമായി. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയം എനിക്ക് തോന്നുന്നു വളരെ യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു വിഷയം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്ത് തന്നതിന് താങ്ക് യു സോ മച്ച് സർ. നമ്മൾ ഇനിയും നല്ലൊരു വിഷയമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.